മാർവലിൻ്റെ അപ്കമിങ് ഫിലിമായ ഫണ്ടാസ്റ്റിക് ഫോറിൻ്റെ പുതിയ ടീസർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ ഈ ഒരു സിനിമ ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് വേയിലാണ് മാർവൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ മാർവലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് വേയിലുള്ളൊരു ഫിലിം ആദ്യമായിട്ടാണ്. റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു പഴയ കാലത്ത് തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജിയോടെ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേയിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് റെട്രോ ഫ്യൂച്ചറിസ്റ്റിക്. ഹോളിവുഡിൽ ഇതിന് മുമ്പ് ഇങ്ങനത്തെ പല സിനിമകളും റിലീസായിട്ടുണ്ട്. പക്ഷേ മാർവലിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ആദ്യമായിട്ടാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നുമല്ല നോക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമയിൽ വില്ലനായി വരാൻ പോകുന്ന ഗലാക്ടസിനെ കുറിച്ചാണ്. സോ ആരാണ് ഗലാക്ടസ്? ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയോളജി കാണും. ഗലാക്ടസ് എന്നതൊരു വലിയ ഫിഗറീനാണ്, വേൾഡെല്ലാം കൺസ്യൂം ചെയ്യുന്ന ഒരു എൻറ്റിറ്റി, അങ്ങനെ ഒരു തിങ് ആണ്, ഒരു പവർഫുൾ ബീയിങ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ദ ആക്ച്വൽ ട്രൂത്ത് ഇസ് ഗലാക്ടസ് ഒരു വില്ലനല്ല. ഹീസ് എ കോസ്മിക് എൻറ്റിറ്റി, ഈസ് എ നെസസിറ്റി. അത് എറ്റേണിറ്റി വരെ ഒരു കോമിക് ഇഷ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇനി ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗലാക്ടസിനെ കുറിച്ചാണ്. സോ ആരാണ് ഗലാക്ടസ്? ദ വേൾഡ് വാർ ഗലാക്ടസ് ആരാണ്? ഗലാക്ടസ് എന്ന ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തത് മറ്റാരുമല്ല, നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ജാക്ക് കിർബിയും സ്റ്റാൻലിയും ചേർന്നിട്ടാണ്. ഗലാക്ടസ് എന്ന ക്യാരക്ടറിനെ മാർവൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1966 റിലീസായ ഫണ്ടാസ്റ്റിക് ഫോർ ഇഷ്യൂ നമ്പർ 48 വോളിയം 1 ഇതേ സെയിം ഇഷ്യൂയിലൂടെ തന്നെയാണ് മാർവൽ സിൽവർ സർഫറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗലാക്ടസിനെ ഈ ഒരു കോമിക് ഇഷ്യൂയിലൂടെയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും ഗലാക്ടസിൻ്റെ ആ ഒരു ഒറിജിനൽ സ്റ്റോറിയെക്കുറിച്ച് കാണിച്ചിരുന്നത് 1999 റിലീസായ ഗലാക്ടസ് ദ ഡിവോവർ എന്നൊരു കോമിക്സിലൂടെയാണ്, വിച്ച് വാസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ബാക്ക് സ്റ്റോറി ഓഫ് ഗലാക്ടസ് ഫ്രം 1969 ഓഫ് തോർ ഇഷ്യൂ നമ്പർ 168 ആൻഡ് 169. നമുക്ക് ഗലാക്ടസിൻ്റെ ഒറിജിനൽ സ്റ്റോറിയിലോട്ട് പോയാലോ. ഗലാക്ടസിൻ്റെ റിയൽ നെയിം ഗാലൻ എന്നായിരുന്നു. സോ ഗാലൻ വെറും ഒരു മിയർ മോർട്ടലായിരുന്നു. ടാ എന്നൊരു പ്ലാനറ്റിൽ നിന്നും വരുന്ന ഒരു മിയർ മോർട്ടൽ. സോ നമുക്ക് എങ്ങനെ ഗാലൻ ഗലാക്ടസ് ആയത് എന്നൊരു സ്റ്റോറി നോക്കിയാലോ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗാലൻ മിയർ മോർട്ടൽ ഫ്രം ദ പ്ലാനറ്റ് ടാ. സോ ഈ ഒരു പ്ലാനറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം മൾട്ടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ്. സോ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ, അതായത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബിഗ് ബാങ് നടക്കുന്നതിന് മുമ്പ് ഉള്ളൊരു കഥയാണിത്. സോ അത്രയ്ക്കധികം യൂണിവേഴ്സിൻ്റെ ബിഗിനിങ് തൊട്ട് എക്സിസ്റ്റൻസിലുള്ള ഒരു ആളാണ് ഗലാക്ടസ്. സോ ഈ ഒരു ടാ എന്ന പ്ലാനറ്റ് അതിൻ്റെ വേർജ് ഓഫ് ഡിസ്ട്രക്ഷനിൽ ഇരിക്കുന്ന ടൈമിൽ ഗാലൻ, ഹൂസ് എ ബ്രില്യൻറ്റ് സയൻറ്റിസ്റ്റ്, ഹീസ് ഡൂയിങ് വാട്ട് എവർ ഈ ക്യാൻ, ഈ ഒരു പ്ലാനറ്റിനെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ളൊരു നോക്കത്തോടെ താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലും താൻ അത് പരാജയപ്പെടുകയാണ്. കാരണം ഈ ഒരു പ്ലാനറ്റിലുള്ള എല്ലാവരും വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് വളരെയധികം ബ്രില്യൻ്റ് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈ ഒരു കോസ്മിക് ക്രൈസിസിൽ നിന്നും അവരുടെ പ്ലാനറ്റിനെ അവർക്ക് രക്ഷിക്കാൻ സാധിക്കുന്നില്ല. സോ അങ്ങനെ ടാ എന്ന പ്ലാനറ്റും അവസാനിക്കാൻ പോവുകയാണ്. സോ ആ ഒരു പ്ലാനറ്റിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവിടെ നിന്ന് ഗാലനും കുറച്ച് സർവൈവേഴ്സും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. സോ ആ ഒരു പ്ലാനറ്റ് ഇല്ല, ദ ഹോൾ പ്ലാനറ്റ് ഇസ് ഡിസ്ട്രോയിഡ്. ടാ എന്ന പ്ലാനറ്റ് ഇസ് നോ മോർ. സോ ആ ഒരു ഡിസ്ട്രക്ഷനിൽ നിന്നും സർവൈവ് ചെയ്ത സർവൈവേഴ്സും ഗാലനും ചേർന്ന് ആ ഒരു സ്പേസ് ഷിപ്പ് ആ ഒരു കോസ്മിക് റേഡിയേഷനുള്ളിലോട്ട് പോവുകയാണ്. എന്താണ് ഇനി ജീവിക്കുന്നത്, എന്തിനാണ് ഇനി ജീവിക്കുന്നത്? അവർ ജീവിച്ചിട്ടുണ്ടായിരുന്ന പ്ലാനറ്റ്സും അവരുടെ ഫാമിലി, അവരുടെ കൊലീഗ്സ്, അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഇല്ല. സോ എന്തിനാണ് ഇനി ജീവിക്കുന്നത് എന്നൊരു പർപ്പസ് ഇല്ലാതെ ആ ഒരു രീതിയിൽ ആ ഒരു സ്പേസ് ഷിപ്പ് ആ കോസ്മിക് റേഡിയേഷനുള്ളിൽ പോവുകയാണ്. സോ ആ ഒരു ടൈമിൽ ആ സർവൈവേഴ്സ് എല്ലാം മരിച്ചു പോവുകയാണ്. പക്ഷേ ഗാലൻ മരിക്കുന്നില്ല അവിടെ. സോ അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഗാലൻ അവിടെ ഒരു മിസ്റ്റീരിയസ് വോയിസ് ഒരു ചോയ്സ് നൽകുകയാണ്. നീ ടായുടെ ലാസ്റ്റ് സർവൈവറാണ്. ഞാൻ 6 കോസ്മോസും അബ്സോർബ് ചെയ്ത് എൻ്റെ അവസാന നിമിഷങ്ങളിലിരിക്കുകയാണ്. ഞാൻ ഒരു കോസ്മിക് എൻറ്റിറ്റിയാണ്. ഞാൻ നിനക്കിവിടെ ഒരു ചോയ്സ് നൽകാം. ഇവിടെ ഞാനും എൻ്റെ വേർജ് ഓഫ് ഡിസ്ട്രക്ഷനിലാണ്, നീയും നിൻ്റെ വേർജ് ഓഫ് ഡിസ്ട്രക്ഷനിലാണ്. സോ നമ്മൾ രണ്ടുപേരും ഒന്നാവുകയാണെങ്കിൽ നമുക്കൊരു പവർഫുൾ കോസ്മിക് എൻറ്റിറ്റിയായി മാറാൻ സാധിക്കും. ഗാലന് അവിടെ ഈ ഒരു ചോയ്സ് അക്സെപ്റ്റ് ചെയ്യുക, അത് മാത്രമാണ് ഒരു ചോയ്സ്, ഇല്ലെങ്കിൽ മരിക്കുക. സോ ഗാലൻ ഒബ്വിയസ്ലി ആ ഒരു ചോയ്സ് ഏറ്റെടുക്കുകയാണ്. സോ അങ്ങനെ ഈ ഒരു കോസ്മിക് എൻറ്റിറ്റി ആയി മാറുകയാണ് ഗാലൻ അവിടെ. ഗാലൻ ഈസ് ഗലാക്ടസ് നൗ. അങ്ങനെ 6 കോസ്മോസ് അവസാനിക്കുന്നു. ഗലാക്ടസ് എന്നൊരു കോസ്മിക് എൻറ്റിറ്റി ഉത്ഭവിക്കുന്നു. സോ ഇങ്ങനെ ഇരിക്കെ ആ ഒരു 7th കോസ്മോസിലേക്ക് നോക്കുകയാണെങ്കിൽ ഗലാക്ടസ് എൻ്റെ ഇൻക്യുബേഷൻ പീരീഡിലായിരുന്നു. ആ ഒരു ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആ ഒരു എഗ്ഗിനുള്ളിൽ ഗലാക്ടസ് ഡീപ്പ് സ്ലീപ്പിലായിരുന്നു. സോ അങ്ങനെ ഇരിക്കെ ഗലാക്ടസിനെ ഒരു വാച്ചർ എഴുന്നേൽപ്പിക്കുകയാണ്. സോ ഈ സ്റ്റോറി എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം വാച്ചേഴ്സ് അവരുടെ പർപ്പസ് എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. അതിൽ ഇൻ്റർവീൻ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. സോ ഈ ഒരു വാച്ചർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു വാച്ചറിൻ്റെ ഓത്ത് ബ്രേക്ക് ചെയ്ത് ആ ഒരു പ്ലാനറ്റിൽ എന്താണ് നടക്കുന്നത്, കാരണം വളരെയധികം എനർജി വളരെയധികം കോസ്മിക് എനർജി ആ ഒരു വാച്ചറിന് അവിടെ ഫീൽ ആകുകയും എന്താ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ഗലാക്ടസിനെ അറിയാതെ ആ ഒരു ഡീപ്പ് സ്ലീപ്പിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയാണ് ഈ ഒരു വാച്ചർ. സോ അങ്ങനെയാണ് അവിടെ ഗലാക്ടസിൻ്റെ ആരംഭം അവിടെ തുടങ്ങുന്നത്.
സോ അങ്ങനെ ആ ഒരു പ്ലാനറ്റിൽ നിന്നും ഉയർന്നെഴുന്നേൽക്കുന്ന ഗലാക്ടസ് ഒരു ഫിസിക്കൽ ഫോമിലേക്ക്, ഒരു മെറ്റാലിക് ആർമർ കൈൻഡ് ഓഫ് ലുക്കിലേക്ക് മാറുകയാണ്. എന്നിട്ട് പ്ലാനറ്റ്സ് എല്ലാം ഡിവോർ ചെയ്യാൻ ആരംഭിക്കുകയാണ്. സോ ഇത് ഗലാക്ടസിൻ്റെ ഒരു ചോയ്സ് അല്ല, ഇത് ഗലാക്ടസിൻ്റെ ഒരു പർപ്പസാണ്, പ്ലാനറ്റ്സിനെ എല്ലാം ഡിവോർ ചെയ്യുക എന്നത്. സോ പ്ലാനറ്റ്സിനെ എല്ലാം ഡിവോർ ചെയ്തില്ലെങ്കിൽ, അതായത് പ്ലാനറ്റ്സ് അദ്ദേഹം കഴിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർജ് ഓഫ് ഡിസ്ട്രക്ഷനിലേക്ക് പോകും. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എറ്റേണിറ്റി, വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കോസ്മിക് എൻറ്റിറ്റി ഇൻ മാർവൽ യൂണിവേഴ്സ്. എറ്റേണിറ്റി തന്നെ ഒരു കോമിക് ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗലാക്ടസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ യൂണിവേഴ്സ്. സോ ഇത് ഗലാക്ടസിൻ്റെ ഒരു പർപ്പസാണ്, ഇത് ഗലാക്ടസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, ഇത് ഗലാക്ടസിൻ്റെ ചോയ്സ് അല്ല. സോ ഗലാക്ടസിനെ ഒരിക്കലും ഒരു വില്ലൻ എന്ന രീതിയിൽ നമുക്ക് പോർട്രേ ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പ്ലാനറ്റിൻ്റെ വേർജ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലാനറ്റിലുള്ള ലൈവ്സ് എല്ലാം ഉണ്ടാവും. സോ ഈ ഈസ് ഡൂയിങ് സംതിങ് ബ്രൂട്ടൽ, ബട്ട് ഇറ്റ്സ് നോട്ട് ഹിസ് ചോയ്സ്. പിന്നെ നിങ്ങൾക്ക് എറ്റേണിറ്റി ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഡു ചെക്ക് ഔട്ട്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗലാക്ടസ് അതേപോലെ ഒരു പർപ്പസോടെയാണ് ചെയ്യുന്നത്, ഇത് ഇതിൻ്റെ ചോയ്സ് അല്ല. സോ ഇതൊക്കെയാണ് ഗലാക്ടസിൻ്റെ ആ ഒരു ഒറിജിൻ സ്റ്റോറി. പിന്നെ മറ്റുള്ള കോമിക്സിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഗലാക്ടസിന് കുറേയധികം ഹെർലാൻഡ്സ് ഉണ്ട്, ലൈക്ക് സിൽവർ സർഫർ ഇസ് എ മേജർ വൺ. പിന്നെ തോറും ഒരു കോമിക് ഷൂവിൽ കോസ്മിക് കിങ് തോർ, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. സോ ഇതെല്ലാം ഒരു പോയിന്റിൽ ഗലാക്ടസിനെ ഈ ഒരു തോറ് കൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഗലാക്ടസ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽസ് ഇൻ ദ മാർവൽ യൂണിവേഴ്സ്. അതിനുശേഷം ഗലാക്ടസ് വീണ്ടും എഴുന്നേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഗലാക്ടസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടർ ഇൻ ദ മാർവൽ. അദ്ദേഹത്തിൻ്റെ പർപ്പസ് എന്തെന്ന് പറഞ്ഞാൽ പ്ലാൻസ് എല്ലാം ഡിവോർ ചെയ്താണ്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. സോ മേജർലി നോക്കുകയാണെങ്കിൽ കോമിക്സിൽ ഗലാക്ടസിനെ എടുത്ത് കാണിക്കുന്ന എർത്ത് 616 കൺസ്യൂം ചെയ്യാൻ വരുമ്പോൾ മാത്രമാണ് ഗലാക്ടസിനെ ഒരു ത്രെഡായിട്ട് എല്ലാവരും കാണുന്നത്. And Silver Surfer is one of the most powerful characters in Marvel, and I am so fan of Silver Surfer. പിന്നെ ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ സിനിമയിൽ സിൽവർ സർഫറിൻ്റെ ഫീമെയിൽ വേർഷനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, മെയിൽ വേർഷനെ അല്ല. സോ ഈ ഒരു സിൽവർ സർഫർ, ലേഡി വേർഷൻ ഓഫ് സിൽവർ സർഫർ, അത് നമ്മുടെ നോറിൻ റാഡിൻ്റെ ലവറാണ്. ദ ആക്ച്വൽ സിൽവർ സർഫറിൻ്റെ ലവറായിട്ടുള്ള ഒരു സിൽവർ സർഫർ, ഫീമെയിൽ വേർഷൻ ഓഫ് സിൽവർ സർഫറാണ്. സോ ഈ ഒരു സിനിമയിൽ, അതായത് ഈ ഒരു ടീസറിൽ നമുക്ക് എവിടെയും ഈ ഒരു സിൽവർ സർഫറിൻ്റെ വേർഷനെ മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല. ഇനി ഇൻ ഫ്യൂച്ചറിൽ ട്രെയിലേഴ്സിലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും, ആൻഡ് ഫിലിമിൽ ഒബ്വിയസ്ലി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒബ്വിയസ്ലി മാർവൽ ആ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടാണ്, ആ ഒരു ക്യാരക്ടറിനെ കാസ്റ്റും ചെയ്തിട്ടുണ്ട്. Anyhow, I am really excited to see Galactus and Silver Surfer in the film, and Pedro Pascal is Mr. Fantastic. And എനിക്ക് ഓവറോൾ ഈ ഒരു ടീസർ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് വേ മാർവൽ ഈസ് ട്രൈയിങ് എ ഡിഫറെൻറ്റ് തിങ്. ആൻഡ് എനിഹൗ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഈ ഒരു പടം നമ്മളെ ആരെയും ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. കാരണം ഫാന്റാസ്റ്റിക് ഫോർ എന്നത് മാർവലിൻ്റെ ഫസ്റ്റ് സൂപ്പർ ഹീറോ ഗ്രൂപ്പ് എന്ന രീതിയിലായിരിക്കാം ഈ ഒരു സിനിമയിൽ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ഫസ്റ്റ് സൂപ്പർ ഹീറോ ഗ്രൂപ്പ്സ് ബിഫോർ അവഞ്ചേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ടായിരുന്നു. സോ എനിഹൗ ഈ ഒരു വീഡിയോയോടെ നിങ്ങൾക്ക് ഗലാക്ടസിൻ്റെ ആ ഒരു ബേസിക് ഐഡിയ ലഭിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണോളം ഓപ്ഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആയിരുന്നു ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, ആൻഡ് ഐ റിയലി ഹോപ്പ് ദിസ് വീഡിയോ വാസ് റിയലി ഹെൽപ്ഫുൾ ഫോർ യു.